ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം മക്കളെ. നമ്മൾ ഒരു 30 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞല്ലേ. ഒരു 30 ഡേയ്സിലേക്ക് വേണ്ടുന്ന സ്റ്റഡി പ്ലാൻ ഒക്കെ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കൃത്യമാകുന്ന ഒരു ധാരണ നിങ്ങൾക്ക് തന്നില്ലേടാ. അതിന് പ്രകാരം നിങ്ങൾ പഠിച്ചു തുടങ്ങിയെന്നാണ് എൻ്റെ വിശ്വാസം. പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ ഏറ്റവും അടുത്ത് തന്നെ പഠിച്ചു തുടങ്ങുക. മക്കളെ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനെ അങ്ങനെ ചുമ്മാതങ്ങും പഠിച്ചു പോകാൻ പറ്റൂല. എടാ, കൃത്യമാകുന്ന രീതിയിൽ ഒരു ധാരണ ഉണ്ടാക്കി തന്നെ പഠിച്ചു പോകേണ്ട ഒരു വിഷയമാണ്. അതായത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നല്ലതുപോലെ പഠിച്ചെടുക്കണം എല്ലാ ഭാഗങ്ങളും എന്നാണെങ്കിൽ നമ്മുടെ ബേസ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം, നമ്മുടെ ബേസിക്സ് എപ്പോഴും സെറ്റ് ആയിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബേസിക്സ് ആകുന്ന ഭാഗമാണ്. അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്ന ഏതൊരു ഭാഗത്തും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നിങ്ങളുടെ സ്പീഡിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ബൂസ്റ്റർ സെഷൻ ആകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് കൊണ്ടുവരുന്നത് കേട്ടോ. ഇതൊരു ബൂസ്റ്റർ സീരീസിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണാം. എന്താ ഈ ബൂസ്റ്റർ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സ്പീഡ് ബൂസ്റ്റ് ചെയ്യുവാനുള്ളതാകുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ ആണോ? അതായത് എല്ലാവരുടെയും പ്രശ്നം സ്പീഡ് കുറവാണെന്നുള്ളതാണ്. സ്പീഡ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം മക്കളെ? മൾട്ടിപ്ലിക്കേഷൻ സംബന്ധമായി വരുന്ന കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും വേഗത്തിൽ കാൽക്കുലേഷൻസ് നടത്താൻ എന്തൊക്കെ വഴികളാണുള്ളത് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ അല്ലേ മക്കളെ? ഏറ്റവും ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 2 കൊണ്ടുള്ള ഗുണനമാണ്. എന്താടാ? 2 കൊണ്ട് ഒരു സംഖ്യയെ ഗുണിക്കുന്നു. 2 ഗുണം ഒരു സംഖ്യ തന്നാൽ നമുക്ക് എങ്ങനെ ഇവനെ എളുപ്പത്തിൽ ഗുണിക്കണം? ഓക്കെ ആണോ? ഇതാ ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണേ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 2 കൊണ്ട് തരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ള സംഖ്യയില്ലേ, ആ സംഖ്യയുടേതാകുന്നതിൽ ഏതൊക്കെയാകുന്ന ഡിജിറ്റുകൾ ഉണ്ടോ അവനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇരട്ടിപ്പിച്ചാൽ മതി. പക്ഷെ ഇരട്ടിപ്പിച്ചെടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ശിഷ്ടമാകുന്ന ആളുകളെ പരിഗണിക്കാൻ മറന്നു പോകരുത്. ശിഷ്ടം കൂടി കൂട്ടി തന്നെ മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട്. അതായത് റിമൈൻഡറുകളാകുന്ന ആളുകളെ കൂടി പരിഗണിച്ചാൽ മതിയാകും. നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്തു പോകാൻ പറ്റും. റിമൈൻഡറുകളാകുന്ന ആളുകളെ പരിഗണിക്കണം. മകളെ, ഇവിടെ എവിടെ നിന്ന് കണക്ക് കൂട്ടി പോകണം എന്നൊരു ചോദ്യം വരും. എവിടെ നിന്ന് കണക്ക് കൂട്ടിയാലാണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ചോദ്യം വരും. വലത് ഭാഗത്ത് നിന്ന് തുടങ്ങി ഇടത് ഭാഗത്തേക്ക് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഇരട്ടിപ്പിക്കൽ പ്രക്രിയ നടത്താൻ. ശിഷ്ടമാകുന്ന ആളുകളെ എടുത്ത് കൂട്ടേണ്ടത് എപ്പോഴും ഇടത് ഭാഗത്തുള്ള സംഖ്യകളോടൊപ്പമാണെന്ന് മനസ്സിലാക്കുക. എന്താ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ അതാ ഇപ്പൊ പറഞ്ഞുതരാം. എടാ, അവിടെ ഒരു എക്സാമ്പിൾ തന്നേക്കുന്നുണ്ട്. 1631. അവന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? മക്കളെ, നിസ്സാരമായിട്ട് പറയാം. ഇടത് ഭാഗത്ത് നിന്നാണോ വലത് ഭാഗത്ത് നിന്നാണോ തുടങ്ങണ്ടേ? വലത് ഭാഗത്ത് നിന്നാ തുടങ്ങണ്ടേ. ഓക്കെ അല്ലേ? 1ന്റെ ഇരട്ടി എത്ര മക്കളെ? 2. 3ന്റെ ഇരട്ടി എത്ര മക്കളെ? 6. 6ന്റെ ഇരട്ടി എത്ര മക്കളെ? 12ന്റെ 2. കണ്ടോ? ഇടത് ഭാഗത്ത് എന്ത് ചെയ്യണം? 12ന്റെ 2ന്റെ ബാലൻസ് വരുന്ന ശിഷ്ടം അങ്ങോട്ട് കൂട്ടണം. 1ന്റെ ഇരട്ടി 2, 2ന്റെ കൂടെ ഈ ശിഷ്ടം കൂട്ടുമ്പോൾ എത്ര വരും? 3. കണ്ടോ? 32, 62. ഓക്കെ ആണോ? കുറച്ചുകൂടി എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുമെന്നറിയോ? 1, 6, 3, 1 എന്ന് പറയുന്നതിനെ ഈ 2 സംഖ്യകൾ വീതമുള്ള ഓരോരോ ജോഡികളാക്കി മാറ്റും. ദാ ഇങ്ങോട്ട് നോക്കേ. ദാ ഇങ്ങോട്ട് നോക്കേ. 16, 31 എന്ന രീതിയിൽ മാറ്റി. ഇനി അവിടെ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കേ. 16ന്റെ ഇരട്ടി എന്ന് പറയുന്നത് ദാണ്ട് എവിടെ നിന്ന് തുടങ്ങണമെന്ന് വെച്ചാൽ വലത്തുനിന്നല്ല, ഇടത്തുനിന്ന് തുടങ്ങിയാൽ മതി. 31ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 62. ഇനി 16ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 32. കണ്ട, അതും 32, 62. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക. ശിഷ്ടം വരുന്നത് എപ്പോഴും ഇടത് ഭാഗത്തുള്ള സംഖ്യകളോട് ചേർത്ത് വേണം ഇട്ടിട്ട് പോകാൻ. ഇടത് ഭാഗത്തെ സംഖ്യകളോട് വേണം ശിഷ്ടങ്ങൾ ഇട്ടിട്ട് പോകാൻ. ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ടപ്പേന്ന് നമുക്ക് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി മാറ്റാലോ. അതാ നോക്കേ. 1, 6, 3, 1 നോക്കുമ്പോൾ 16ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 32 ആണ്. 31ന്റെ ഇരട്ടി എന്ന് പറയുന്നത് എത്രയാ? 62. അതുകൊണ്ട് എന്റെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് 32, 62. ശരിയാണോ? ഇനി ദാണ്ടേ 487. ദാ ഇവിടെ ശിഷ്ടങ്ങൾ ഉൾപ്പെടെ പരിഗണിക്കേണ്ട കണ്ടീഷൻ വരുക. 487 എന്ന് പറഞ്ഞാൽ എങ്ങനെ ഗുണിക്കണം? ദാ നോക്കടാ. 4, 8, 7. ഇവിടെ സ്ഥാനങ്ങൾ ഇരട്ടിപ്പിച്ച് 7ന്റെ ഇരട്ടി 14. അപ്പൊ 4 എഴുതി. ശിഷ്ടം എന്ത് ചെയ്യണം? ഞാൻ 8നോടൊപ്പം അങ്ങോട്ട് കൂട്ടാനായിട്ട് കൊടുക്കണം. അവിടെ ശിഷ്ടം 8നോടൊപ്പം ആണോ കൂട്ടേണ്ട? അല്ല, 8ന്റെ ഇരട്ടി എത്ര വരും? 8ന്റെ ഇരട്ടി 16. 16ന്റെ കൂടെ ആ ശിഷ്ടമാകുന്ന 1 കൂട്ടേടാ. 16 1 17ന്റെ 7. അപ്പോഴും അവിടെ 2 സംഖ്യകളായി. ആ 17ന്റെ 7 അവിടെ എഴുതി. ബാക്കി വരുന്ന സംഖ്യ എന്ത് ചെയ്യണം? ശിഷ്ടമായിട്ട് അപ്പുറം കൊടുക്കണം. 4ന്റെ ഇരട്ടിയുടെ കൂടെ വേണം അത് കൂട്ടാൻ. 4ന്റെ ഇരട്ടി എത്ര മക്കളെ? 8. 8ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 9. അതായത് എന്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര മക്കളെ? 974. കണ്ടോ എങ്ങനെയാ ശിഷ്ടം കൂട്ടേണ്ടതെന്ന്? ഞാനത് എഴുതി കാണിച്ചു.
ഇനി എഴുതാതെന്ന് പറഞ്ഞ് 9ന്റെ ഇരട്ടി 18, അതിന്റെ അപ്പുറത്ത് ശിഷ്ടമുണ്ട്. 8ന്റെ ഇരട്ടി 16ന്റെ കൂടെ ആ ശിഷ്ടം കൂട്ടാം. അപ്പൊ 16 1 17. 17ന്റെ 7നകത്ത് ശിഷ്ടം വരുന്നത് 1. അവിടെ 5ന്റെ കൂടെ അത് കൂട്ടാം. 5ന്റെ ഇരട്ടിയുടെ കൂടെ, 5ന്റെ ഇരട്ടി 10, 10ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി എത്ര വരൂടാ? 11 78. ആൻസറുകൾ ടപ്പേന്ന് കിട്ടുന്നുണ്ടോ? ആൻസർ എത്ര വന്നേ? 11 78. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്ത സാധനം നോക്കേ. 1ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്ര? എപ്പോഴും വലത് ഭാഗത്ത് നിന്ന് ഇടതേക്കാണ് ചെയ്യേണ്ടത്. 1ന്റെ ഇരട്ടി 2, 8ന്റെ ഇരട്ടി 16, 16ന്റെ അകത്ത് ശിഷ്ടമുണ്ട്. 9ന്റെ ഇരട്ടിയാകുന്ന 18ന്റെ കൂടെ ആ ശിഷ്ടവും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 19 62. കണ്ടോ? ഇനി അവിടെ നമുക്ക് പെയർ ചെയ്യാനുള്ള എളുപ്പമുണ്ട്. 15ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത് മക്കളെ? 30. 4ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 8. എൻ്റെ ആൻസർ എത്ര വരുന്നത്? 830. ഓക്കെ ആണോ? ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കടാ. ദാ ഇവിടെ ഞാൻ 2 പേരെ പെയർ ചെയ്തു. ശിഷ്ടം എടുക്കുന്നത് 2 പേരെ വെച്ചിട്ടാണെങ്കിലും ഓക്കെ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാ. 75ന്റെ ഇരട്ടി എത്രടാ? 150. അപ്പൊ 2 പേരെ എടുത്താൽ 2 സംഖ്യകൾ എഴുതാം. ബാക്കി വരുന്ന 150ന്റെ ഒന്ന് അങ്ങ് അപ്പുറം കൊടുക്കണം. അപ്പൊ 6ന്റെ ഇരട്ടി 12 1 എത്ര വരും? 13 1350. നിങ്ങൾ ഏത് രീതിയിൽ ചെയ്താലും ഇടത് നിന്ന് വലതേക്കാണോ വലത് നിന്ന് ഇടതേക്കാണോ ഇതൊന്ന് ആലോചിച്ചാൽ മതി. എവിടുന്ന് എടുക്കണ്ടേ? വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്കെന്നുള്ള രീതിയിൽ കാൽക്കുലേഷൻ നടത്തണം. ശിഷ്ടം എന്ന് പറയുന്നവനെ പരിഗണിച്ച് മുമ്പോട്ടേക്ക് പോകണം. ഇരട്ടി എടുത്ത് പോയാൽ മതി. മക്കളെ ചെയ്തു പഠിക്കണേ. നിങ്ങൾ തന്നെ റാൻഡം ആകുന്ന രീതിയിൽ കുറച്ച് ആളുകളെ അങ്ങോട്ട് ഇട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ അതിനെ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യാൻ നോക്കുക. പ്രാക്ടീസ് കൃത്യമാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇവനെ നമുക്ക് കൈമുതലാക്കാൻ പറ്റും. മാക്സിമം രീതിയിൽ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ അല്ലേ? അടുത്തതാകുന്ന ഭാഗം പറയട്ടെ. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 5. എടാ, ഈ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 5 എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക. ഇപ്പൊ ഞാൻ പറയാ 10 ഗുണം 5 എന്നാണ് ഞാൻ എടുക്കുന്നതെന്ന് ഇരിക്കട്ടെ. അല്ലേ വേണ്ട, ഞാനിവിടെ ഒരു 10 എന്നിടഞ്ഞ അത് എളുപ്പമായി പോകും. ഞാനൊരു 14 ഗുണം 5 എന്നാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. എനിക്ക് 14 ഗുണം 5 അറിഞ്ഞുകൂടാ. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ അവിടെ എന്ത് ചെയ്യുമെന്നറിയോ? ഞാൻ 5നെ 2 കൊണ്ട് ഗുണിച്ചാൽ 10 ആകത്തില്ലേ? 5നെ 2 കൊണ്ട് ഗുണിച്ചാൽ 10 ആകത്തില്ലേ? അവശേഷിക്കുന്ന സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് ശരിക്കും പറഞ്ഞാൽ 14 ഗുണം 5ന് തുല്യമല്ലേടാ? മക്കളെ മനസ്സിലായോ? അതായത് 2 കൊണ്ട് ഗുണിക്കുന്നു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ 5 ഗുണം 2 അങ്ങ് 10 ആകും. അതേസമയം ഇവിടെ 14ന്റെ പകുതി എടുത്താൽ മതി. 14 ഗുണം 5ഉം ഈ 2 കൊണ്ട് മുകളിലും താഴെയും ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരവും രണ്ടും ഒന്ന് തന്നെ. 14ന്റെ പകുതി 7, 5 ഗുണം 2 10. അപ്പൊ 7 ഗുണം 10 എന്ന് പറഞ്ഞാൽ 70. ശരിയല്ലേ മക്കളെ? അപ്പോൾ ഇതേ പരിപാടി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇവിടെയും ചെയ്യാൻ പോകുന്നത്. വലിയ വലിയ സംഖ്യകൾക്കിടയിലേക്ക് അത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ഗുണം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. 5 കൊണ്ട് ഗുണിക്കുന്നതിനേക്കാൾ നല്ലത് 10 കൊണ്ട് ഗുണിച്ച് പകുതി എടുക്കുന്നതാണെന്നുള്ളത് അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു പോകുന്നത് കേട്ടോ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കേ. ആദ്യം ഇവിടെ നമുക്ക് 2 കണ്ടീഷനുകളാണ് വരാൻ സാധ്യതയുള്ളത്. 2 കണ്ടീഷനുകൾ. ഒന്ന് ഈവനും, അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഓടുക. ഒരു ഓഡ് നമ്പർ വന്നാൽ എന്ത് ചെയ്യും മക്കളെ? അത് എങ്ങോട്ടാണ് എടുത്തെഴുതാം. 4 1 2 8 എന്ന് പറയുന്ന സംഖ്യയെ 5 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ഇതിന്റെ അറ്റത്തോട്ടൊരങ്ങ് 0 കൊടുക്കുക. അതായത് 2 കൊണ്ട് ഗുണിച്ചാൽ 5 ഗുണം 2 10 ആയില്ലേ? അപ്പോ 10 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനറ്റത്തൊരു 0 കൊടുക്കുകയല്ലേ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്താൽ ഇതിന്റെ പകുതി എടുത്താൽ മതി. പകുതി എടുക്കണം മക്കളെ. ഇരട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ എവിടുന്ന് എങ്ങോട്ടാ പോകണ്ടേ? വലത് ഭാഗത്ത് നിന്ന് ഇടതേക്കാ. ഇവിടെ എന്താ ചെയ്യേണ്ടത്? പകുതി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇടത് നിന്ന് വലത്തേക്ക് വേണം കണക്കൂട്ടി വരാൻ. ഓക്കെ ആണോ? പകുതി എടുക്കാൻ എവിടെ നിന്ന് എങ്ങോട്ട് കണക്കൂട്ടൽ നടത്തിയാൽ മതി? വലത്ത് നിന്ന് ഇടത്തോട്ടാണോ, ഇടത്ത് നിന്ന് വലത്തോട്ടാണോ? ഇടത്ത് നിന്ന് വലത്തോട്ട്. ഇനിയും നോക്കേടാ. 4 1 2 8. 10 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ ഒരു 0 വരും. ഈ 0 അവസാനം കൊടുത്താലും കുഴപ്പമില്ല. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? തന്നിട്ടുള്ളവന്റെ പകുതി എടുക്കാം. അതിന്റെ അറ്റത്തൊരു 0 കൊടുത്താലും മതിയാവും. ആദ്യമേ ഇവന്റെ പകുതി എടുക്കും. 4ന്റെ പകുതി 2. 1ന് പകുതി ഇല്ല, അപ്പൊ 0 എടുത്തു. 12ന്റെ പകുതി വേണം എന്നിട്ട് എടുക്കാം. 12ന്റെ പകുതി എത്ര? 6. 8ന്റെ പകുതി എത്ര? 4. ഇനി എന്ത് ചെയ്യണം? അവിടെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 10 ആയില്ലേ? ആ 10ന്റെ 0 ഇതിന്റെ കൂടെ കൊടുത്താലും മതി. ഓക്കെ ആണോ? അപ്പൊ എന്റെ ആൻസർ എത്ര വന്നു? 20 640. ഒന്നുകൂടെ എടുക്കട്ടെ. 4 1 2 8ന്റെ പകുതി എത്ര? 4ന്റെ പകുതി 2. 1ന് പകുതി ഇല്ല, 0. അപ്പൊ 12ന്റെ പകുതി എടുക്കാം 6. 8ന്റെ പകുതി 4. ഇനി അതിന്റെ അറ്റത്തോട്ടൊരു 0 കൂടെ കൊടുത്താൽ മതി. ഓക്കെ ആണ്. ഇനി ഈവൻ നമ്പർ ആണ് വരുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ. ഈവൻ നമ്പറുകളാണ് വരുന്നതെങ്കിൽ ഉറപ്പായും അവസാനിക്കുന്നത് 0-ലാണ്. എന്നാൽ ഓഡ് നമ്പറുകളാണ് വരുന്നതെങ്കിൽ ഇവന്മാർ അവസാനിക്കുന്നതെല്ലാം 5-ൽ തന്നെ ആയിരിക്കും കേട്ടോ. ഇവന്മാർ അവസാനിക്കുന്ന എവിടെ തന്നെ ആയിരിക്കും? 5-ൽ തന്നെ ആയിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പകുതി എടുക്കുക. 6ന്റെ പകുതി എത്ര മക്കളെ? 3. 4ന്റെ പകുതി എത്ര മക്കളെ? 2. 7ന്റെ പകുതി എത്ര? 7ന്റെ പകുതി 3.5. പക്ഷേ 3.5 എന്നൊരു കണക്കില്ലല്ലോ. അപ്പൊ നമ്മൾ എത്ര എടുക്കണം? 3 എടുക്കണം. ആ അര വന്ന ആ ചില്ലറയാകുന്നവനെ അപ്പുറം കൊടുക്കുക. ഇവിടെ 3 2 6. 6ന്റെ ബാലൻസ് ഇവിടെ എത്രയായി?
ആ 6ന്റെ ബാലൻസ് 1 ആ 1 അങ്ങ് അപ്പുറം കൊടുക്കുമ്പോൾ അതാരാവും 19 ആവും. 19ന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ വരുന്നത് 9 അര 9 അര ശരിയല്ലേ? അപ്പൊ 9.5 ലാസ്റ്റ് വരുന്ന നമ്പർ 9 അല്ലേ? 9 അരയാണ് വരുന്നത്. അവിടെ 0.5 10 കൊണ്ട് ഗുണിച്ചാൽ ദശാംശം ഇല്ലാതാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡെസിമൽ ഇടണ്ട, ഡയറക്റ്റ് അവിടെ 5 എന്നങ്ങ് എഴുതി ചേർത്താൽ മതി. ഓക്കെ ആണോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്താ ചെയ്തേന്ന് നോക്കെ. നമ്മൾ ഇവിടെ പകുതി എടുക്കണം, എന്നിട്ട് അറ്റത്ത് 0 കൊടുക്കണം ഈവൻ നമ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഡെസിമൽ കളയണം ഓഡ് നമ്പർ ആണെങ്കിൽ. ഇത്രയേ ഉള്ളൂ പരിപാടി. 6ന്റെ പകുതി എത്രടാ? 6ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 3. ഇനി അവിടെ 4ന്റെ പകുതി എത്ര? 2. 7ന്റെ പകുതി 3.5. പക്ഷെ അതിൽ നിന്ന് 3 എടുക്കാം. ആ അര കാരണം വരുന്നവനെ അങ്ങ് അപ്പുറം കൊടുക്കാം. അതെത്ര? 1. അപ്പൊ 19 എന്ന് വേണം അവനെ വായിക്കാം. 19. 19ന്റെ പകുതി എത്ര? 9 അര. അപ്പൊ നമ്മൾ ഗുണം 10 എടുത്താൽ ആ ദശാംശം ഇല്ലാതാകും എന്ന കാരണം കൊണ്ട് ആ ദശാംശം കൊടുക്കാതിരുന്നാൽ മതി. പകുതി എടുത്ത് ദശാംശം ഇടാതിരുന്നാൽ 5 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യം. അതാ ഒരെണ്ണോടെ ചെയ്യും. ഇവനും ഒരു ഓഡ് നമ്പർ. അതാ ഇവിടെ ഇങ്ങോട്ട് പകുതി എടുത്തു. 7ന്റെ പകുതി 3.5. പക്ഷെ 3 എടുത്താൽ മതി. ബാലൻസ് 6ന്റെ ബാലൻസ് 1 ഉണ്ട്. അപ്പൊ 16 എന്ന് വായിക്കണം. 16ന്റെ പകുതി എത്ര മക്കളെ? 8. ഇനി 8ന്റെ പകുതി എടുക്കാം. അതെത്രടാ? 4. 7ന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ് ആയതുകൊണ്ട് ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. 7ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര? 3 അരയാണ്. വേണമെങ്കിൽ അതെന്താ, അതിനുശേഷം ലാസ്റ്റ് ഡിജിറ്റ് ആയതുകൊണ്ട് 0.5 എന്നേ വരത്തുള്ളൂ. 5ലെ അവസാനിക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതാ. ആ ദശാംശം ഇടാതിരുന്ന അത് ആൻസറായി. കണ്ടോ? ദശാംശം ഇടാതിരുന്ന അത് ആൻസറായി. ഇനി പറയാ ഇവിടെ 3ന്റെ പകുതി എത്രടാ മക്കളെ? 3ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1.5. നമ്മൾ അവിടുത്തെ 1 അങ്ങ് എടുത്താൽ മതി. ശരിയല്ലേ? ഇനി ബാലൻസ് എത്ര ഉണ്ട്? ഒരു 1 ഉണ്ട്. അപ്പൊ 12 എന്ന് വായിക്കാം. 12ന്റെ പകുതി എത്രടാ? 6. ഇനി അവിടെ 1 ഉണ്ട്. 1 എന്ന് പറയുന്നവന്റെ പകുതി എത്ര മക്കളെ? 1ന് പകുതി ഉണ്ടോ? ഇല്ല. അപ്പൊ 0 കൊടുക്കാം. ഇനി അവശേഷിക്കുന്നത് എത്ര ആയിരിക്കും? അവിടെ 0 1 അപ്പൊ 5. കണ്ടോ? 1605 അല്ലെങ്കിൽ 160. 1ന്റെ പകുതി അര എന്ന് വായിച്ചാൽ ഈ ലാസ്റ്റ് ഡിജിറ്റിനെ അങ്ങ് പകുതിയാക്കി വെച്ചു കൊടുറാ, കുഴപ്പമില്ല. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 1 1ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര വരും? അര. അപ്പൊ 0.5 എന്ന് ഇടണം. ആ പോയിന്റ് ഇല്ലാതെ വെച്ചാൽ മതി. ആൻസറായി. ഓക്കെ ആണോ? ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഇങ്ങോട്ട് ഇടുവാണേ. ഞാനിപ്പോ പറയാ 700 എത്രയാണ് ക്വസ്റ്റ്യൻ? എടാ 763. ഇവനെ എനിക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എൻ്റെ ആൻസർ എങ്ങനെ വരുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. 7ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര വരും? 3 അര. അതായത് 3 എടുത്താൽ മതി. ബാലൻസ് 1. 16ന്റെ പകുതി എത്ര വരുന്നത്? 8. ഇവിടെ 3ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 1 അര. അപ്പം ആ 1.5 എന്നങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ദശാംശം ഇല്ലാതെ എഴുതിയാൽ എന്താ? 763 ഗുണം 5ന് തുല്യം. കണ്ടോ? ഈ ഒരു രീതിയിൽ അതങ്ങ് എഴുതി പഠിക്കുക. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 5 സെറ്റായി. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 5 സെറ്റായി. ഇനി നമുക്ക് അടുത്ത പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? ചുമ്മാ ഒരു 2 ഡിജിറ്റ് നമ്പർ വിത്ത് 1 ഡിജിറ്റ് നമ്പർ. 2 ഡിജിറ്റ് നമ്പർ വിത്ത് 1 ഡിജിറ്റ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ വരും? എടാ ഒന്നുമില്ല. 2 ഡിജിറ്റ് നമ്പർ ആയിട്ട് കിടക്കുന്ന ആൾ ഇപ്പൊ 73 ആണെങ്കിൽ ഞാൻ ഇവനെ എങ്ങനെ വായിക്കണമെന്ന് വെച്ചാൽ 70 + 3 എന്ന് വായിക്കാം. 73 ആണെങ്കിൽ 70 + 3. ഇനി എന്ത് ചെയ്യണം? 73നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഞാൻ എൻ്റെ മനസ്സിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. 73നെ ഞാൻ 70 + 3 എന്നാക്കിയാൽ 70നെയും 5 കൊണ്ട്, അതുപോലെ 3നെയും 5 കൊണ്ട്. 7 5 35. അപ്പൊ എത്രയായി? 350. I 3 15. 350ന്റെ കൂടെ 15 കൂടുകയാണെങ്കിൽ എൻ്റെ ആൻസർ 365 ആകില്ലേ? അപ്പൊ 73 × 5 എന്ന് പറഞ്ഞാൽ 365 അല്ലേ? ഇത് തന്നെയാണ് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാധനം ഇങ്ങോട്ടൊന്ന് നോക്കെ. 19 × 5 എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എങ്ങനെ കണക്കെടുക്കണം? 10 + 9 എന്ന് കണക്കിലെടുക്കണം. 10 5 50. 9 5 45. 50 45 കൂടായപ്പോൾ എത്രയാടാ? 95. പിടികിട്ടിയോ? ഇനി 16 × 9 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഇവിടെ 16 × 10 എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ വരുന്നത്? 160. അതിനകത്ത് നിന്ന് ഒരു 16 അങ്ങ് കുറയ്ക്കണം. അപ്പൊ എൻ്റെ ആൻസർ വരും എത്ര? 144. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം. 160ൽ നിന്ന് ഒരു 16 കുറച്ചാൽ 160 160ൽ നിന്നൊരു 16 കുറച്ചാൽ 16 × 9ന് തുല്യമാണെന്നറിയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 10 + 6 എന്ന് ചിന്തിക്കുക. 10 + 6 എന്ന് ചിന്തിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 9 കൊണ്ട് ഓരോരുത്തരെയും ഗുണിക്കുക. 10 × 9 എത്ര? 90. 6 9 എത്ര? 54. 9 5 എത്ര? 14. അപ്പൊ എത്ര വരൂടാ? 144. കണ്ടോ? 144. ഇനി ഇവരെ എങ്ങനെ കണക്കൂട്ടണം? 20 + 7 എന്ന് കണക്കൂട്ടണം. 6 × 2 എത്ര? 12. അപ്പൊ തന്നെ 120 ആയി. 6 7 എത്ര? 42. അപ്പൊ 2 അവിടെ കിടക്കട്ടെ. ഇനി ബാലൻസ് വരുന്ന 4 മാത്രം കണക്കി കൂട്ടിയാൽ മതി. അപ്പൊ 120. 12 4 എത്ര വരൂടാ? 16. 162 എന്ന് വരും. കണ്ടോ? അപ്പം 20 × 6 എന്ന് പറയുന്നത് 120. 6 7 42. 120 40 കൂടെ ആയപ്പോൾ 160. അതിൻ്റെ കൂടെ ഒരു 2 കൂടെ എഴുതി. ഇനി ഓക്കെ. 63 × 8 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യേണ്ടത്? 60 + 3 എന്ന് എഴുതണം. ശരിയല്ലേ? 6 8 എത്ര? 48. അപ്പൊ എത്ര വന്നു? 480. 83 എത്ര?
24. അപ്പോൾ 480ഉം 24ഉം കൂടെ ആയപ്പോൾ എത്രയാടാ? 504. 480ന്റെ കൂടെ 20 കൂടുമ്പോൾ 500 ശരിയല്ലേ? അതിൻ്റെ കൂടെ ഒരു 4ഉം കൂടെ ആയപ്പം 504. ഇനി നോക്കേ 93 ഗുണം 7. അപ്പോൾ ഞാൻ എങ്ങനെ എടുക്കണം? 90 പ്ലസ് 3 എന്ന് എടുക്കണം. 7 9 എത്ര? 63. അതായത് 630 7 3 21 ശരിയല്ലേ? അപ്പോൾ 63ഉം 2ഉം 65 651 എന്ന് വരും. കണ്ടോ? പടപടാന്നാ കണക്ക് കൂട്ടുന്നത്. 7 9 60 ഇതാ കണക്ക് കൂട്ടുന്ന ഇത്രയേ ഉള്ളൂ. 7 9 63. അപ്പൊ 630. 7 3 എത്ര? 21. അവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ലാസ്റ്റ് ഡിജിറ്റിനകത്ത് പ്രശ്നമൊന്നുമില്ല. വണ്ണം ഇടുക. 63 എന്ന് കണക്ക് കൂട്ടിയതിന് ശേഷം അതിൻ്റെ കൂടെ 2 ഈ 7 3 21 20ന്റെ 2 അങ്ങോട്ട് കൂട്ടുക. അപ്പൊ എത്ര? ഒരു 651. മനസ്സുകൊണ്ടാണ് ഞാൻ ഈ കാൽക്കുലേഷൻ നടത്തുന്നത്. മനസ്സിലായോ? മനസ്സുകൊണ്ടാണ് നടത്തുന്നത്. അങ്ങനെ തന്നെ വേണം നിങ്ങളും ചെയ്യാൻ. ഇനി നോക്കി 65 ഗുണം 5. അപ്പൊ ഞാൻ എങ്ങനെ കണക്കൂട്ടണം? 60 പ്ലസ് 5 എന്ന് കണക്കൂട്ടണം. 6 5 30. അപ്പൊ തന്നെ 300. ഇനി 5 5 25. അപ്പൊ തന്നെ ആൻസർ എത്ര വന്നു? 325. പിടികിട്ടുവോ? പിടികിട്ടും. അടുത്ത് നോക്കേ 43 ഗുണം എത്രയെന്നാ എടുക്കേണ്ടത്? 4. അപ്പൊ ഞാൻ ഇവനെ എങ്ങനെ എടുക്കണം? 40 പ്ലസ് 3 എന്ന് എടുക്കണം. 4 16 160. പിന്നെ എത്ര? 3 12. അപ്പൊ 160ഉം 12 കൂടെ ആയപ്പോ എത്രടാ? 172. ആൻസർ എത്ര വരുന്നത്? 172. പഠിച്ചോ? ഇനി അടുത്തതാകുന്ന ആളെ നോക്കേ 49 ഗുണം 7 എന്നാ വരുന്നത്. 49 ഗുണം 7നെ ഞാൻ എങ്ങനെ കണക്കൂട്ടണ്ടേ? 40 പ്ലസ് 9 ശരിയല്ലേ? 40 പ്ലസ് 9 7 4 എത്ര വരും? 28. 280 ആയോ? ഇനി അടുത്ത എത്ര? 7 9 63. 28ഉം 6ഉം എത്ര? 34. അപ്പൊ 343 എന്ന ആൻസർ വരും. ചെക്ക് ചെയ്ത് നോക്കണം. 7 9 63. അതാണ്ട എങ്ങനെ വേണമെങ്കിലും നോക്കാം. എളുപ്പമാ. 7 7 9 63. 7 4 28. ഒന്ന് കണക്കൂട്ടി നോക്ക്. ആണ്ടേ 7 എന്താ അടുത്ത? 7 9 അല്ലെ? 7 4 അല്ലെ? 7 4 എത്ര വരും? 28. അപ്പൊ 280. 7 9 എത്ര വരും? 63. രണ്ടൂടെ കൂട്ടടാ. 3 8 6 14 4 ശിഷ്ടം 1 2 1 3. കണ്ടോ? 343. ഗുണിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ മനസ്സുകൊണ്ട് ചെയ്യുന്നത്? ആണ് മക്കളെ. നമ്മുടെ ആ കൂട്ടത്തിലെ ലാസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള ഒരാളെ നോക്കേ. 87 ഗുണം 6നെ നമുക്ക് എങ്ങനെ കണക്കൂട്ടാം? 80 പ്ലസ് 7 എന്ന് കണക്കൂട്ടാം. 6 8 48. 6 7 42. ഓക്കെ അല്ലേ? 480ഉം 42ഉം കൂടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 2 അവിടെ അങ്ങോട്ട് എഴുതണം. ഇനി 48ഉം പിന്നെ എത്ര വരുന്നത്? 4. 48 4 എത്ര? 52. 522. വേണേ നോക്കടാ. 6 8 48 480. ഇനി അവിടെ 6 7 42. ദാണ്ടടാ 42. ആൻസർ 2. 8 4 12ന് 2 ശിഷ്ടം 1 4 1 5. കണ്ടോ? 522. എഴുതി ഗുണിക്കുന്നതിനേക്കാൾ നല്ലതല്ലേടാ ചെയ്ത് നോക്കുന്നേ. കൃത്യമായിട്ട് മനസ്സുകൊണ്ട് ചെയ്ത് നോക്കുന്നേ. ആണോടാ? മനസ്സുകൊണ്ട് ചെയ്ത് നോക്കടാ. കൃത്യമായിട്ട് അതിനൊരു താളത്തിൽ തന്നെ പറഞ്ഞ് ചെയ്ത് പഠിയടാ. മനസ്സുകൊണ്ട് പറഞ്ഞ് ചെയ്ത് പഠിയടാ. പറ്റും. ഇനി നമ്മൾ നോക്കുക 2 നമ്പർ മൾട്ടിപ്ലിക്കേഷൻ. 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ. 2 2 ഡിജിറ്റ് നമ്പറുകൾ തന്നാൽ പെട്ടെന്ന് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു സിംഗിൾ സ്റ്റെപ്പിൽ മനസ്സിലാക്കുക. സിംഗിൾ സ്റ്റെപ്പിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. എന്താ പറഞ്ഞേ? സിംഗിൾ സ്റ്റെപ്പിൽ എങ്ങനെ ചെയ്യണം? ഒന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ദാണ്ട് ഇങ്ങോട്ട് നോക്കേ. ദാ ഇവിടെ നിന്ന് തുടങ്ങണം. B ഇൻറ്റു ഡി. കണ്ടോ? ഇത് ഞാനിപ്പോൾ 15 ഗുണം 12 എന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കുക. 15 ഗുണം 12 എന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇതിൽ ആരാണ് എ ബി എന്നൊന്ന് ശ്രദ്ധിച്ചേ. താണ്ടേ ഇതാണ് എ, ഇതാണ് ബി. 15 എന്ന് പറയുന്നതിൽ എയും ബിയും. ഇതാണ് സി, ഇതാണ് ഡി. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? താണ്ടേ ബിയും ഡിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 5 ഗുണം 2 എത്രയുടെ? 10. അതിന്റെ 0 കൊടുത്തു. ശിഷ്ടം കയ്യിൽ വെച്ചേക്കണം. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? എപ്പോഴും മനസ്സിലാക്കുക, ശിഷ്ടം കൂടി പരിഗണിച്ച് വേണം ചെയ്യാൻ. ഓക്കെയാണ്. ശിഷ്ടം കൂടി പരിഗണിച്ച് വേണം ചെയ്യാൻ. ഇനി അപ്പോ ഞാൻ 5 ഗുണം 2 10 എന്ന് പറഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇനി ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 5നെയും 1നെയും ഗുണിക്കുക, 1നെയും 2നെയും ഗുണിക്കുക, എന്നിട്ട് അവരെ കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? കൂട്ടുക. 5 ഗുണം 1 5, 2 ഗുണം 1 2, 5 2 എത്ര വരും? 7. നേരത്തെ പറഞ്ഞ ശിഷ്ടം കൂട്ടണം. 7 1 എത്ര വരും? 8. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യണമെന്നറിയാം? ഇവരെ രണ്ടുപേരുടെ ഗുണിക്കുക. അപ്പൊ ആൻസർ എത്രയായി? 1. 1 ഗുണം 1 എത്ര? 1. ശിഷ്ടങ്ങൾ കൂട്ടി വേണം പോകാൻ. അപ്പൊ ആൻസർ 180 വരും. ശരിയല്ലേ? ആൻസർ എത്ര വരും? 180. ഇനി അല്ലെങ്കിൽ തന്നെ അറിയാം 15 ഗുണം 10 150. പിന്നെ ഒരു 15 ഗുണം 2ഉം കൂടെ ഉള്ളൂ, അത് 30. അപ്പൊ 180 വരും. ഒന്നുമില്ല. 5 ഗുണം 2 നമുക്ക് പെട്ടെന്ന് കൂട്ടി അങ്ങ് പോവാടാ. 5 ഗുണം 2 10ന്റെ 0 ശിഷ്ടം 1. ഇനി എന്ത് ചെയ്യണം? 1 ഗുണം 2 2, 5 ഗുണം 1 5, 5 2 7 1 എത്ര വരും? 8. ഇനി എന്ത് ചെയ്യണം? 1 ഗുണം 1 എന്ന് പറയുന്നത് 1. എന്റെ ആൻസർ എത്ര വരുന്നത്? 180. ഇനി 43 ഗുണം 16 എന്ന് പറഞ്ഞാൽ 3ഉം 6ഉം കൂടെ ഗുണിക്കുക. 6 3 18ന്റെ 8 ശിഷ്ടം എത്ര വരും? 1. 6 3
18ന്റെ 8 ശിഷ്ടം 1. 6 4 ഇനി എത്ര എടുക്കാം? 24. 3 ഗുണം 1 എത്ര? 3. അത് രണ്ടും കൂടെ കൂട്ട്. 24 3 27. ശിഷ്ടം കൂടെ കൂട്ട്. ഒന്നായപ്പോ എത്രയാടാ? 28ന്റെ 8. ഇനി ബാലൻസ് എത്ര ഉണ്ടടാ? ശിഷ്ടം 2 ഉണ്ട്. 4 1 4 2 എത്ര വരൂടാ? 6. കണ്ടോ? 6. ഇനി അടുത്തത് എന്താ വരുന്നത്? 49. 7 ഗുണം 9 എത്ര? 7 9 63ന്റെ 3. ശിഷ്ടം 6. താണ്ടെ ഗുണിക്ക്. 7 4 28. 9 3 27. ശരിയാണോ? 28ഉം 27ഉം കൂടെ എത്ര വരും? 55 വരും. ഈ 6ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 61ന്റെ 1 വരും. ഓക്കെ ആണോ? ഒന്നുകൂടെ 7 4 28, 9 3 27, 28ഉം 27 കൂടെ ആയപ്പോൾ എത്രയായി? 55. ശരിയാണോ? 55ന്റെ അകത്ത് ഒരു എന്ത് ചെയ്യാം? 6ഉം കൂടി ഇവിടെ കിടപ്പുണ്ട് ശിഷ്ടം കൂട്ടാൻ. ആ 6ഉം കൂടെ കൂട്ടുമ്പോൾ 61ന്റെ എത്ര എടുക്കാം? 1 എടുക്കാം. 6 പിന്നെയും ശിഷ്ടം വരും. 3 എത്ര വരും? 12 6 എത്ര വരും? 18. 1813 ആണ് എന്റെ ആൻസർ. കണ്ടോ? ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടുന്നത്. ഇനി നോക്കേ, 6 5 30ന്റെ 0 3 ശിഷ്ടമുണ്ടേ. ഇനി 5 5 25, 6 8 48. 48ഉം 20ഉം കൂടെ ആയപ്പോ എത്രയായി? 68. 5 എത്രയായി? 8 5 13. 73. 73ന്റെ കൂടെ നോക്കണേ, 5 5 25, 6 8 48. 48ഉം 25ഉം കൂടെ എത്രയായി? 73. 73ന്റെ കൂടെ 48ഉം 25ഉം കൂടെ കൂട്ടണം. 73ന്റെ കൂടെ 3ഉം കൂടെ ആയപ്പോ എത്ര? 76. ബാലൻസ് അവിടെ എത്ര വരുന്നുണ്ട്? 7 വരുന്നുണ്ട്. ഇനി പറ, 8 5 40 7 എത്രയോടെ? 47. അതായത് എന്റെ ആൻസർ 47 60. 47 60. ഇനി നോക്കേ, 3 ഗുണം 3 9. 3 3 ഗുണം 1 3. 9 3 27. 27 3 30. 30 എന്ന് പറയുമ്പോൾ 0 കൊടുക്കാം. 3 അവിടെ ശിഷ്ടം. 9 3 എത്ര വരൂടാ? 12. 1209 ആണ് ബലം. ഓക്കെ ആണോ? ഇനി നോക്കേ, 4 ഗുണം 3 12ന്റെ 2 ശിഷ്ടം 1. 8 4 32 3 35 1 36ന്റെ 6. ശിഷ്ടം എത്ര വരും മക്കളെ? 3 വരും. ഇനി എത്ര? 8 8 3 എത്ര വരും? 11 11 62. ഓക്കെ ആണോ? അടുത്തവനെ പറ. 6 4 24ന്റെ 4 ശിഷ്ടം എത്രടാ? 2. ഇനി എന്തുണ്ട്? 4 1 4 6 2 12 4 16 2 എത്ര വരും? 18ന്റെ 8. 18ന്റെ 8 കഴിച്ച് ശിഷ്ടം 1. 2ഉം 1ഉം 3. ആൻസർ 384. ഇവനെയും കൂടെ 7 7 49ന്റെ 9 ശിഷ്ടം എത്ര വരും മക്കളെ? 4. ശരിയാണോ? ഇനി എത്ര ഉണ്ട്? 7 3 21, 7 4 28. 28ഉം 20 കൂടെ ആയപ്പോ എത്രയായി? 48. 1 49ന്റെ 9 ശിഷ്ടം പിന്നെയും 4. ഒന്നുകൂടെ 7 4 28, 7 3 21. അപ്പോ ഈ 28ഉം 20 കൂടെ ആയപ്പോ എത്രയായി? 48 1 49. 4 എത്ര വരും ഇവിടെ? 49 അല്ലെ? 7 7 49. അതാ നോക്കിക്കോണം. 7 7 49ന്റെ 9 4 ശിഷ്ടം എഴുതി. 7 4 28. അത് കഴിഞ്ഞ് 7 3 21. 21 28 കൂടെ 49. പിന്നെ ഒരു ശിഷ്ടം 4 കൂടെ കൂട്ടാനില്ലേടാ. അപ്പോ 49ഉം 4ഉം കൂടെ ആയപ്പോ എത്രയാടാ? 53ന്റെ 3 ശിഷ്ടം 5 വരും. 3 12 5 എത്രയാടാ? 17. കണ്ടോടാ? 1739. 1739. കറക്റ്റ് അല്ലേ ഇതുവരെ? മകളെ തീർന്നിട്ടില്ല കേട്ടോ. ഇനിയും ഉണ്ട്. നമുക്ക് പഠിക്കാനായിട്ട് ആളുകൾ ഇനിയുമുണ്ട്. അടുത്തവനെ നോക്കിയാലോ? ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 11 പഠിക്കാനുള്ളത്. മക്കളെ വളരെ വളരെ നിസ്സാരമായിട്ട് പഠിക്കാൻ പറ്റുന്ന സാധനം. ഒന്നുമില്ല. ഞാൻ ഈ വരയിട്ടിരിക്കുന്ന ഓർഡർ കണ്ടോ? അതാ ഒന്നാമത് ഇത് ചെയ്യുക, രണ്ടാമത് ഇത് ചെയ്യുക, മൂന്നാമത് അതിന് താഴെയുള്ളത് ചെയ്യുക. ഇതാണ് ആ ഓർഡർ. ഓർഡർ കീപ്പ് ചെയ്തേ. ഒന്നുമില്ല, കൂട്ടുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. 35 ഗുണം 11 എന്നാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞതെന്ന് വിചാരിക്കാം. ആദ്യം ഞാൻ 5 അതേപോലെ എഴുതുക. അതിനുശേഷം 5 3 കൂടെ കൂട്ടി എഴുതുക. അപ്പൊ 5 3 8. അതിനുശേഷം 3നെ മാത്രമായിട്ട് എഴുതുക. സോ എന്റെ ആൻസർ 385. ഈ ഒരു ഓർഡർ ഫോളോ ചെയ്താൽ മതി. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടൈപ്പ് മാത്രമേ ഞാൻ ഇവിടെ എടുക്കുന്നുള്ളൂ കേട്ടോ. 2 നമ്പർ വിത്ത് 11 ആയിരിക്കും മിക്കവാറും വരുന്നത്. അപ്പൊ അതാണ്ട് ആദ്യം എന്തെഴുതി? 5 എഴുതി. അതിനുശേഷം എന്തെഴുതി? 5 3 കൂടെ കൂട്ടി എഴുതി 8. അതിനുശേഷം 3 മാത്രമായിട്ട് എഴുതി. അപ്പൊ 385. ആൻസർ കിട്ടിയേ? ആൻസർ കിട്ടിയേ? ആൻസർ കിട്ടി. അടുത്ത ആളിനെ പഠിച്ചാലോ? ഇനി 16 ആകുമ്പോൾ ഇവിടെ ഒരു 6 എഴുതാം. 6 ഒന്നുകൂടെ കൂട്ടി എഴുതുമ്പോൾ എത്ര ആവും? 7 ആകും. ഇനി അവിടെ 1 ഉണ്ടാവും. 1നെ മാത്രമായിട്ട് എഴുതി. എന്റെ ആൻസർ 176. ഇനി പറ, 7 എഴുതി. ഓക്കെ ആണോ? 7ഉം 3 കൂടെ കൂട്ടി എഴുതി 10. 10ന് 0. ഇനി അവിടെ ശിഷ്ടം 1 കൂട്ടാൻ മറക്കരുത്. 3ഉം 3ന്റെ കൂടെ ഒന്നുകൂടെ എടുക്കുമ്പോൾ എന്റെ ആൻസർ എത്ര വരും? 407. കണ്ടോടാ? 385 കിട്ടിയത് എങ്ങനെയാ? 176 കിട്ടിയത് എങ്ങനെയാ? 407 കിട്ടിയത് എങ്ങനെയാന്ന് മനസ്സിലായോ? ഒന്നുമില്ല. 7 എഴുതി. 7 3 കൂടെ കൂട്ടി എഴുതുമ്പോൾ 10 0. ശിഷ്ടം എടുക്കുന്ന കാര്യം മറക്കരുത്. 3 1 4. ഇനി എന്താ ഉള്ളത്? 9 ആദ്യമേ അതേപോലെ അങ്ങ് എഴുതി. ഇനി 9 7 കൂടെ കൂട്ടണം. 7 9 16 ആണ്. 16ന്റെ 6 എഴുതിയാൽ മതി. ശിഷ്ടം മാറ്റിയിടുക. ഇനി 7ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി എഴുതുക. 869 ആയിരിക്കും എന്റെ ആൻസർ വരുന്നത്. നോക്കേ, 3 എഴുതി.
9 3 കൂട്ടുമ്പോൾ 12ന്റെ 2 എഴുതി ശിഷ്ടം 1 മാറ്റി വെയ്. ഇനി എന്താ വരുന്നേ? 3 എഴുതി 9 3 12ന്റെ 2 ശിഷ്ടം 1 മാറ്റി വെച്ചു. 9ന്റെ കൂടെ അവനെ കൂട്ടടാ. 9 1 എത്ര വരും? 10. അപ്പൊ 1023. കണ്ടോടാ, നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാ. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത കാര്യമാ. തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട് പഠിക്കാൻ. നോക്ക്, അടുത്തവനെ നോക്കടാ. അടുത്തത് ഇതേപോലെ തന്നെ 11 ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുന്നു. 111ലേക്ക് പോവുക. 11 നേരെ 111. നമ്മളെ നേരത്തെ ഫോളോ ചെയ്ത അതേ ഓർഡർ. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഇത്, അത് കഴിഞ്ഞതാ ഇത്, അത് കഴിഞ്ഞത്, അത് കഴിഞ്ഞതാ ഇത്. ഓക്കെ ആണോ? ഒന്നുമില്ല, കൂട്ടണം. ഇത്രയും മാത്രമേ ഉള്ളൂ. തനിത്തനിയായി ഓരോരുത്തരെ ആ പെയർ ചെയ്യേണ്ടവന്മാരെ കറക്റ്റായിട്ട് ആ ജോഡി ചേർക്കേണ്ടവന്മാരെ ചേർത്ത് കൂട്ടി വരിക. ആദ്യം ഇപ്പോൾ ഞാൻ എടുക്കുന്നു 35നെയാണ് ഞാൻ 111 കൊണ്ട് ഗുണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ 5 അതേപോലെ എഴുതണം. അതിനുശേഷം 5 3 കൂട്ടി എഴുതണം, 8. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? ഇനി ചെയ്യേണ്ടതാകുന്ന കാര്യം ഇതിൻ്റെ ഇപ്പുറത്തൊരു 0 കൊടുക്കണം. എന്നിട്ട് മൊത്തത്തിൽ കൂട്ടണം. കണ്ടോ, 3 സംഖ്യകളൂടെ കൂട്ടണം. അപ്പോഴും 8 വരും. ഇനി എന്ത് ചെയ്യണം? 3ഉം 0 കൂടെ കൂട്ടണം. അത് 3 3 8 8 5. ഇതാണ് എൻ്റെ ആൻസർ വരിക കേട്ടോ. എന്തായിരിക്കും വരിക? 3 8 8 5. തീർന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി എൻ്റെ കൂടെ ഒന്ന് എഴുതുക. ആദ്യം എന്ത് ചെയ്യണം? 5 അതേപോലെ എഴുതണം. അതിനുശേഷം 5 3 കൂട്ടണം. അതിനെ 8 എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ അപ്പുറത്തൊരു 0 കൊടുക്കണം. എന്നിട്ട് 3 പേരെയും കൂടെ കൂട്ടണം. അപ്പോഴും എൻ്റെ ആൻസർ 8 തന്നെ വരും. ഇനി എന്ത് ചെയ്യണം? 0 3 കൂട്ടണം. അതപ്പോൾ എൻ്റെ ആൻസർ എത്ര വരും? 3 വരും. 3 8 8 5. ഇനി എന്ത് ചെയ്യാം? ദാണ്ടേ 16ന്റെ 6 എഴുതുക. അവിടെ 6 1 കൂട്ടുക, 7 എഴുതുക. ഇനി അതിൻ്റെ അപ്പുറത്തൊരു 0 കൊടുത്തിട്ട് 3 പേരെയും കൂടെ കൂട്ടുക. അപ്പോൾ അപ്പോഴും 6 1 7 വരും. ഇനി എന്ത് ചെയ്യുക? 0 1 കൂടെ കൂട്ടുക. അപ്പോൾ എൻ്റെ ആൻസർ 1 വരും. കണ്ടോ, 1 7 7 6. ഇനി പറ, 7 എന്ന് പറയുന്ന ആൾ ഇതാ ഇവിടെ എഴുതണം. 7ഉം 3 കൂട്ടി എഴുതുമ്പോൾ 10. ശിഷ്ടം 1 ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? ഒരു 0 കൊടുത്ത് 3 പേരെയും കൂടെ കൂട്ടണം. 7 3 10. പക്ഷെ ഒരു ശിഷ്ടം 1 കൂട്ടാനുണ്ട്. ശരിയല്ലേ? 7 3 10 നേരത്തെ എടുത്തതിൻ്റെ ഒരു ശിഷ്ടമുണ്ട്. ഇപ്പോഴും 10 1. അപ്പോൾ എത്രയായി? 11ന്റെ 1. അപ്പോഴും ഒരു ശിഷ്ടം മാറിക്കിടക്കുക. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? 0 3 കൂടെ കൂട്ടി ആ ശിഷ്ടവും കൂടെ കൂട്ടാൻ മറക്കരുത്. 3 1 4 4 1 0 7. ഇതായിരിക്കും എൻ്റെ ആൻസർ വരിക. ഇനി 79 ആകുമ്പോഴോ 0 79 എന്ന് എടുക്കാം. ആദ്യം നമ്മൾ 9 എന്ന് എഴുതും. 7 9 കൂടെ കൂട്ടും. 9 7 16ന്റെ 6. ശിഷ്ടം 1 ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? 3 കൂടെ കൂട്ടുമ്പോൾ പിന്നെയും 16. അതിൻ്റെ കൂടെ 1 ശിഷ്ടം കൂടെ കൂട്ടുമ്പോൾ 17. ഇനി അവിടെ എന്തുണ്ട്? 17ന്റെ ഒരു ശിഷ്ടവും കൂടെ ഉണ്ട്. 0 7 കൂടെ കൂട്ടി ആ 1 കൂട്ടണം. അപ്പോൾ 7 1 എത്ര വരും? ഇവിടെ 8 വരും. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി പറഞ്ഞോ. ഇനിയിപ്പോൾ ഇതൊന്നും എഴുതേണ്ട കാര്യമില്ലല്ലോ. മൈൻഡിൽ തന്നെ കണക്കൂട്ടാം. 3 എഴുതി. 9 3 12ന്റെ 2 ശിഷ്ടം 1. പിന്നെയും ഒരു 0 കൊടുക്കും. 9 3 12 1 13ന്റെ 3 ശിഷ്ടം 1. 0 9 കൂടെ കൂട്ടുന്നു. ആൻസർ എന്ന് പറയുന്നത് എന്തായി മാറുന്നു? 10 എന്നായി മാറുന്നു. നിങ്ങളെ ഡൗട്ട് ഉണ്ടോ? തീർന്നിട്ടില്ലേ? ഇത് ഈ ഒരു ട്രിക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോണേ. ഗുണം 111 എന്ന് വന്നാൽ 2 ഡിജിറ്റ് നമ്പറുകളെ എങ്ങനെ എഴുതണം പഠിച്ചോ? അടുത്തവനെ നോക്കേടാ. അടുത്തവൻ ആരാണ് പഠിക്കാനുള്ളത് നോക്കേ. ഇപ്പൊ നമ്മൾ പഠിച്ചതിനേക്കാൾ കിടുക്കനായിട്ടുള്ള ഒരാളാണ് ഇനി പഠിക്കാനുള്ളത്. ഇതാ നോക്കടാ. 111 പകരം 1111 ആണെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ പോലെ തന്നെ ഒരു 0 കൊടുക്കുന്നതിന് പകരം അവിടെ 2 0 കൊടുക്കണമെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതാ നോക്കേ. ആദ്യം അങ്ങോട്ട് ആരെ എഴുതും? 5 എഴുതും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എളുപ്പം എഴുതാൻ പറ്റും. ആദ്യം 5 എഴുതും. 5 3 കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന 8 എഴുതും. ഇനി എന്ത് ചെയ്യും? 0 3 5 കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന 8 എഴുതും. ഇനി കണ്ടോ, 0 0 3 5 കൂട്ടുമ്പോൾ കിട്ടുന്ന 8 എഴുതും. ഇനി എന്ത് ചെയ്യും? ഇനി നമ്മൾ 0 3 കൂടെ കൂട്ടി അതേപോലെ എഴുതും. ആൻസർ എത്ര വരുന്നത്? 3 8 8 8 5. കണ്ടോ? ഇനി ഇതേപോലെ എഴുതി വാ. ഇവിടെ ആദ്യം നമ്മൾ ആരെ എഴുതും? 6 എഴുതും. 6 1 കൂട്ടുമ്പോൾ കിട്ടുന്ന 7നെ എഴുതും. ഇനി എൻ്റെ അപ്പുറത്ത് 2 പൂജ്യങ്ങളുണ്ട്. ഒരു 0ഉം 16ഉം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന 7നെ എഴുതും. പിന്നെ ഒരു 0ഉം 16നെയും 2 0ഉം 16നെയും കൂടെ കൂട്ടി കിട്ടുന്ന 7 എഴുതും. ഇനി നമ്മൾ എന്ത് ചെയ്യും? 0 1 കൂടെ കൂട്ടും. ആൻസർ അപ്പം എന്ത് വരും? 1 7 7 7 6 എന്നായി. ശരിയല്ലേ? ഇനി ഇതാ ഇവിടെ 2 0 കൂടെ കൊടുക്കണം. ആദ്യം 7ഉം അവിടെ പോലെ അങ്ങോട്ട് എഴുതാം. 7ഉം 3ഉം 10 0 ഇട്ടു. ഇനി ഒരു 0ഉം 3 7ഉം കൂടെ കൂട്ടുമ്പോൾ പിന്നെയും 10. ശിഷ്ടം 1 കൂട്ടാൻ മറക്കരുത്. അപ്പോൾ 11. പിന്നെ എന്ത് ചെയ്യണം? 2 0ഉം 37ഉം കൂടെ കൂട്ടണം. അപ്പോൾ എത്ര വരും? അപ്പോഴും 10. അപ്പോഴും ശിഷ്ടം 1 വരുന്നുണ്ട്. ആ 1 കൂടെ കൂട്ടണം നേരത്തെ. അപ്പോൾ അവിടെ 1 ഇനി എന്തുണ്ട്? 0ഉം 3ഉം കൂടെ കൂട്ടണം. അപ്പോൾ എന്ത് വരും? 3 1 4. അപ്പോൾ എന്തായി ആൻസർ? 4 1 1 0 7 എന്നായി. ഇനി ഇവിടെ താണ്ടേ കൂട്ടി 2 0 കൊടുക്കാം. 7 9. ആദ്യം 9 എഴുതി. 9 7 16ന്റെ 6. ശിഷ്ടം 1 ഉണ്ട്. ഇനി 3 പേര്, ഒരു 0ഉം 7 9ഉം കൂടെ. അപ്പം 7 9 16. ശിഷ്ടം കൂടെ കൂട്ടുമ്പോൾ 17 വരും. അപ്പോഴും ശിഷ്ടം 1 പെൻഡിങ്. 2 0ഉം 2 7 9ഉം കൂടെ കൂട്ടുമ്പോൾ 2 0ഉം 7 9ഉം കൂടെ കൂട്ടുമ്പോൾ പിന്നെയും എൻ്റെ ആൻസർ 17 വരും. ശിഷ്ടം 1 ഉണ്ട്. 0 7ഉം കൂടെ കൂട്ടുമ്പോൾ 7 8. ഓക്കെ ആണോ? ഇനി ഇതാണ്ടേ 3 അതേപോലെ എഴുതി.
ഇനി 9 3 12ന്റെ 2 എഴുതി ശിഷ്ടം 1 ഉണ്ട്. ഇനി 1 0 അതിന്റെ കൂടെ 9 3 12 അപ്പം ഒന്നും കൂടെ കൂട്ടുമ്പോൾ 13. ഇനി 1 0 കൂടെ വെച്ച് കൂട്ടുമ്പോൾ അപ്പോഴും 12 1 13. അപ്പോഴും ശിഷ്ടം ബാലൻസ് ഉണ്ട്. ഇനി 0 9 കൂടെ കൂട്ടുമ്പോൾ ആൻസർ എത്ര വരും? 10. കണ്ടോടാ, എളുപ്പമാ മക്കളെ, നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. പഠിച്ചോ. ഇനി പഠിക്കാനുള്ള ആരെയാണെന്ന് നോക്കേടാ. തീരാറായി, വലിയ കാര്യങ്ങളൊന്നുമില്ല ഇനി. ഇനി നമ്മൾ സം സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്നുള്ള രീതിയിൽ, സ്പെഷ്യൽ നമ്പേഴ്സ് എന്നുള്ള രീതിയിൽ കുറച്ച് ആളുകളെ പഠിക്കണം. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 2 ഡിജിറ്റ് നമ്പർ ആകുന്ന ഒരാളെയും തന്നു, 101 എന്ന് പറയുന്ന ഒരാളെയും തന്നു. രണ്ടുപേരെയും ഗുണിക്കുവാണെങ്കിൽ എന്തെഴുതിയാൽ മതി? PQ എന്ന് എഴുതിയാൽ മതി. അതായത് ഇപ്പം ഞാൻ ഉദാഹരണത്തിന് 35 ഗുണം 101 എന്ന് തന്നാൽ ഞാൻ ആകെ എഴുതേണ്ടത് 35നെയാണ് 101നോടൊപ്പം ഗുണിക്കുന്നത് എന്നാണ് 35 എന്ന് എഴുതണം. വേറെ പരിപാടിയൊന്നുമില്ല. ഇനി ഒരു പക്ഷേ തരുന്നത് 1001നെ PQ എന്ന 2 ഡിജിറ്റ് നമ്പറിനോടൊപ്പമാണ് തരുന്നതെങ്കിൽ ഒന്നുമില്ല, നടുക്കൊരു 0 ഇടണം. അതിനപ്പുറത്തും ഇപ്പുറത്തും അതേ ആളിനെ തന്നെ എഴുതണം. 16 16 കണ്ടോ, 16 0 16 ഇങ്ങനെ വരും. അപ്പുറത്തും ഇപ്പുറത്തും PQ അതേ കണക്കോലെ വരും. 2 ഡിജിറ്റ് നമ്പർ ആടാണോ അതിന്റെ നടുക്കൊരു 0 വരും. അത്രയേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കേ. അതുകൊണ്ട് ഇവിടെ 1 0 എന്ന് പറയുമ്പോൾ 101 അല്ലേ? 1 0 ആണെങ്കിൽ നടുക്ക് 0 ഇല്ല. 2 0ന് 1 0 നടുക്ക്. അന്നാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ, 3 0 വന്നാൽ നടുക്ക് എത്ര 0 വരും? 2 0 വരും. അതിനപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ആ നമ്പറുകളെ അതേപോലെ എഴുതുക. ദാണ്ടേ 37, ദാണ്ടേ അവിടെയും 37. പിടികിട്ടിയേ? ഇനി നോക്കേ, 3 ഡിജിറ്റ് നമ്പർ വിത്ത് 1001. മകളെ, ഇവനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ അവസാനം എഴുതിയേക്കുന്നതാ ഇവനില്ലേ, ഇവനെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ 3 ഡിജിറ്റ് നമ്പറിനെ 1001 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒന്നുമില്ല, ആ 3 ഡിജിറ്റ് നമ്പർ 2 വട്ടം എഴുതിയാൽ മതി. ഇപ്പൊ 636 ഗുണം 1001 എന്നാണെങ്കിൽ 636 എന്ന രീതിയിൽ എഴുതിപ്പം 0ത്തിന് എണ്ണം കൂടുന്നതിനനുസരിച്ച് നടുക്കൊരു 0 കൊണ്ടുവരണമെന്നുള്ളൊരു സാധനം നമ്മൾ ഈ 101 1001 10001 എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും വരും എന്നൊന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ അല്ലേ മകളെ? വളരെ വളരെ വ്യക്തമായി പഠിക്കേണ്ടതാകുന്ന മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കുകളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇവനെ കൃത്യമായി നിങ്ങൾക്കെന്നുള്ള രീതിയിൽ റാൻഡം ആകുന്ന രീതിയിൽ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് തയ്യാറാക്കുക. റാൻഡം ആകുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്തു നോക്കാനായിട്ടൊരു ശ്രമം നടത്തുക. മകളെ, ഒത്തിരി സമയമൊന്നും എടുക്കൂല. കൂടിപ്പോയാൽ നിങ്ങൾ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ ചെലവഴിക്കേണ്ടത് ഒരു 30 മിനിറ്റ്. ഓരോരോ കാര്യങ്ങൾക്കും ഒരു 30 മിനിറ്റ്. പിന്നീട് അങ്ങോട്ട് വല്ലപ്പോഴും ഒക്കെ അല്ലെങ്കിൽ ഒരു 1-2 ദിവസം കൂടുമ്പോൾ ഒക്കെ റാൻഡം ആകുന്ന രീതിയിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് ഇതേപോലെ ഇട്ട് കൊടുത്താൽ നിങ്ങളുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ബൂസ്റ്റ് ആവും. നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ തിങ്കിങ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് കാര്യമാകുന്ന രീതിയിൽ ബൂസ്റ്റ് ആവും. നിങ്ങളെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ ഇതൊക്കെ ഉള്ളൂ വഴി എന്ന് പറയുന്നത്. സ്പീഡ് ബൂസ്റ്റ് ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ. ഓക്കെ ആണോ? മനസ്സിലാക്കുക, നിങ്ങൾ ഏറ്റവും കുറച്ചാകുന്ന കാര്യങ്ങൾ എഴുതി കൂടുതലാകുന്ന കാര്യങ്ങളെയും ചിന്തിക്കാനാണ് നിങ്ങൾ സമയം കണ്ടെത്തുന്നതെങ്കിൽ നിങ്ങളുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി എന്താവും മക്കളെ? ബൂസ്റ്റ് ആവും. നിങ്ങൾ വിചാരിക്കുക എല്ലാ ആൾക്കാരും എത്ര പെട്ടെന്നാണ് ഇത്രയും ചെയ്യുന്നത്? അവർ കുറച്ച് കാര്യങ്ങളെ എഴുതുന്നുള്ളൂ, അവർക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? അവർ ചിന്തിക്കുന്നത് കൂടുതലും, എഴുതുന്നത് കുറവുമാണ്. അപ്പോൾ നിങ്ങളുടെ സ്പീഡ് ബൂസ്റ്റ് ചെയ്യാനുള്ള ആദ്യത്തെ കടമ്പ എങ്ങനെയുണ്ട് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് കിട്ടിയാലേ എനിക്ക് എൻ്റേതാകുന്ന രീതിയിൽ ഓരോരോ തീരുമാനങ്ങൾ എടുക്കാനും ഓരോരോ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ച് കൊള്ളട്ടെ ഞാൻ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.